ഈ കുട്ടിയെ ഹീറോ ആക്കിയിട്ടൊരു പടം എടുക്കണം. പക്ഷേ അങ്ങനെ ഒരു സബ്ജക്റ്റ് നമുക്ക് ഇവിടെ കിട്ടാനാ. പുള്ളി പറഞ്ഞു നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞ് പോയി. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പം 1 മാസമുള്ളായപ്പോൾ എൻ്റെ മോൻ നിരഞ്ജൻ എന്ന് വിളിച്ചു. പക്ഷേ മനു വന്നൊരു സ്ക്രിപ്റ്റ് പറഞ്ഞു, അച്ഛൻ ഒന്ന് കേൾക്കണം, ബ്യൂട്ടിഫുൾ സ്ക്രിപ്റ്റ്. അപ്പം ഞാൻ ആലോചിച്ചു, ഈ ജനറേഷൻ്റെ ആളാണ് എൻ്റെ മോനൊക്കെ. അയാളൊക്കെ വന്നിട്ട് ഇങ്ങനെ പ്രേതം ക്ഷീഭൂതം എന്നുള്ളതും വിശ്വസിക്കുന്ന ആളല്ല, പേടിയില്ലാത്ത ആളല്ല. ഞാനൊക്കെ ബേസിക്കലി പേടികളുണ്ട്. അപ്പോൾ അയാൾ എന്നെ ഈ പടം കേൾക്കണം എന്ന് പറയണമെങ്കിൽ ന്യൂജനൊക്കെ അങ്ങനെ ഞാൻ വന്ന് കേൾക്കുന്നു, ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ വൈഫിനെ കേൾപ്പിക്കുന്നു, മൊത്തം ഭാര്യയും കേൾപ്പിക്കുന്നു. 14 പേരെടുത്ത് കഥ പറയുന്നുണ്ട്. ഈ 14 പേർക്കും മനോഹരമായിട്ട് വള്ളി പുള്ളി വിടാതെ നമ്മുടെ മനു പറയും, ബ്യൂട്ടിഫുള്ളായിട്ട് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഈ ദേവനന്ദ പോയി കാണുന്നത്. ഇവർക്കെല്ലാം കഥ ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത സ്റ്റെപ്പ് ദേവനന്ദയെ കിട്ടുമെന്ന് നോക്കാം. അപ്പം മനു എന്നോട് ചോദിച്ചു, ദേവനന്ദയെ കിട്ടിയില്ലെങ്കിൽ, അവന് കിട്ടിയില്ലെങ്കിൽ ഈ പ്രോജക്റ്റ് ഇല്ല. വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് എൻ്റെ മനസ്സിലില്ല. അങ്ങനെ ആരെങ്കിലും വെച്ചൊരു സബ്ജക്റ്റ് ഇടുന്ന ഒരു പുതിയ കുട്ടി വെച്ചെന്നിട്ടുണ്ടെങ്കിൽ ഇതായില്ല. ഈ കുട്ടിയുടെ ഒരു വെർസറ്റാലിറ്റിയും ടാലൻസും ഒക്കെ നമുക്കറിയാം. അങ്ങനെ ദേവനന്ദരെ വീട്ടിൽ ചെന്നു. ദേവനന്ദരെ അച്ഛനെന്ന് പറഞ്ഞാൽ അവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു.